ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തിന് ഹല്ലേലൂയ. ഹല്ലേലൂയ. 119 സങ്കീർത്തനത്തിന്റെ 105 തിരുവചനം. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമാണ്. നമുക്ക് ആ വചനം ഒന്ന് ചേർന്ന് പറയാം. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. പാതയിൽ പ്രകാശവുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പാദങ്ങൾക്ക് വിളക്കാകുന്ന, വഴികളിൽ പ്രകാശമാകുന്ന അവിടുത്തെ തിരുവചനത്തെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും ഹൃദയം തുറന്ന് സ്വീകരിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് ഈ വചന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കാം. നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഈശോയെ ആരാധന, 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 ആരാധന. എല്ലാവരും മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ജീവന്റെ വചനത്തെ സ്തുതികളുടെ ആരവത്തോടെ സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അഭിഷേകത്തോടെ, കരഘോഷത്തോടെ ജീവന്റെ വചനത്തെ സ്വീകരിക്കാം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നല്ല വിശ്വാസത്തോടെ, പരിശുദ്ധാത്മാവ് നിറയാനുള്ള ആഗ്രഹത്തോടെ, വചനത്തിന്റെ പൊരുളുകളിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കാനുള്ള വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. പാപവും രോഗവും അശുദ്ധിയില്ല, ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയില്ല, ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ, ജീവജലത്തിന്റെ അരുവിയായി നിറയുന്ന പരിശുദ്ധാത്മാവേ, പാപവും രോഗവും അശുദ്ധിയും എല്ലാം നീക്കി മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഞങ്ങളിലേക്കൊന്ന് നിറയണമേ എന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ സമയത്ത് തിരുവചനം ശ്രവിക്കാനായി കാതോർത്തിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അവർ കടന്നു പോകുന്നവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ നൈർമല്യമുള്ള സൂക്ഷത്തിന് അവരെ ഫലമേൽപ്പിക്കുന്നു. ദൈവവചനം സ്വീകരിക്കുമ്പോൾ തന്നെ സങ്കീർത്തനം 107:20 വചനത്തിൻ്റെ അഭിഷേകം അവിടുന്ന് നിൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് മോചിപ്പിച്ചു. കർത്താവെ, തിരുവചനങ്ങൾ അയക്കണമേ. വചനത്തിൻ്റെ ഉൾപ്പൊരുളുകളിലേക്ക് ഞങ്ങൾ നയിക്കണമേ. വചനത്തെ സ്നേഹിക്കാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തോടെ നമ്മൾ ഈ പരിശുദ്ധമായ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം
9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം. വാചകം ഇങ്ങനെയാണ്: ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. നമുക്ക് ഈ തിരുവചനം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഈ തിരുവചന മണിക്കൂറിൽ നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കാനിട വന്നാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും ദൂതന്മാരുടെയും പിതാവിൻ്റെയും മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ ലജ്ജിക്കും. നമുക്ക് വരാനിരിക്കുന്ന അപകടകരമായൊരു സാധ്യതയെ ഈശോ മിശിഹ മുൻകൂട്ടി ഓർമ്മിപ്പിക്കുകയാണ്. വചനം മാനസാന്തരത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ ആഴപ്പെട്ട കാര്യം. നിങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം ധ്യാനിച്ചാൽ അവിടെ ഇങ്ങനൊരു വചനമുണ്ട്: അവസാന നാളിൽ പൊടിയിലുറങ്ങുന്ന എല്ലാ മനുഷ്യരും ഉണരും. ചിലർ നിത്യരക്ഷയ്ക്കായും മറ്റു ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി. അവസാന നാളുകളിൽ മണ്ണിൽ ഉറങ്ങുന്ന എല്ലാവരും ഉണരും. ചിലര് നിത്യരക്ഷയ്ക്ക് വേണ്ടി, ചിലര് ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി. ദാനിയേൽ പ്രവചിച്ചൊരു വചനത്തെ അതിന്റെ പൂർണ്ണതയിൽ കർത്താവ് ഈശോ മിശിഹ സ്ഥിരീകരിക്കുകയാണ്. ഒരുവൻ എൻ്റെ വചനങ്ങളെ പ്രതി ലജ്ജിച്ചാൽ അവനെ പ്രതി മനുഷ്യപുത്രനും മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ ലജ്ജിക്കും. അങ്ങനെ ഒരു വചനത്തെ നമ്മൾ സ്വീകരിച്ചാൽ ജീവിതത്തിൽ അവസാന നിമിഷം വരെ ദൈവത്തിന്റെ വചനത്തെ പ്രതി അഭിമാനിക്കാൻ, യേശുക്രിസ്തുവിനെ പ്രതി സാക്ഷ്യം നൽകാൻ ഒരു വലിയ പ്രചോദനം കിട്ടും. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞൊരു വാചകമുണ്ട്: സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം അത് ദൈവത്തിന്റെ ശക്തിയാണ്. സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം അത് ദൈവത്തിന്റെ ശക്തിയാണ്. നമ്മളിന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ സുവിശേഷം പൗലോസിന് സമ്മാനിച്ചത് സങ്കടങ്ങളും കണ്ണുനീരും മാത്രമാണ്. അനേക രാത്രികളിലെ കടൽ യാത്രകൾ, കപ്പൽ ഛേദങ്ങൾ, ഉപവാസങ്ങൾ, ജാഗരണകൾ, തടവറയിലെ കൂരിരുട്ടുകൾ, ജയിൽവാസങ്ങൾ, സഹനവും കണ്ണുനീരും രക്തവും മരണവും മാത്രം മിച്ചമായി വെച്ച് നീട്ടിയ സുവിശേഷത്തെ പ്രതി പൗലോസ് ശ്ലീഹ പറയാണ്, സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്നിട്ട് ബാക്കി വായിച്ചാൽ നിങ്ങൾ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനം വായിക്കണം. ഈ വചനം അവൻ എത്ര സുന്ദരമായിട്ടാണ് കൈമാറ്റം ചെയ്യണത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനെ കുറിച്ച് മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് അവിടെ. അല്ലയോ തിമോത്തിയോസേ, നിന്റെ നിർവ്യാജമായ സ്നേഹം ഞാൻ ഓർക്കുന്നു. നിന്റെ വലിയമ്മയായ ലോവീസിന്റെയും നിന്റെ അമ്മയായ എവനിക്കായുടെയും വിശ്വാസം നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമാണ്. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച വരം നീ ഉജ്ജ്വലിപ്പിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം സമാപനത്തിൽ അതിന് 8-ാമത്തെ വാക്യം പൗലോസ് ശ്ലീഹ ഒരു വലിയ കാര്യം ഓർപ്പിക്കുകയാണ്: യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതി ഒരിക്കലും നീ ലജ്ജിക്കരുത്. അവനെ പ്രതി തടവുകാരനായി തീർന്ന എന്നെ പ്രതിയും. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രതി നീ ഒരിക്കലും ലജ്ജിക്കരുത്. അവനെ പ്രതി തടവുകാരനായി തീർന്ന എന്നെ പ്രതിയും. നിങ്ങൾ ഈ വചനത്തിന്റെ ആഴം ധ്യാനിക്കുക. ദാനിയേൽ പ്രവചിച്ചൊരു മനോഹരമായ വചനം ഈശോ മിശിഹ എടുത്തുയർത്തി സ്ഥിരീകരിച്ചിട്ട് ആദിമസഭ അത് സ്വീകരിച്ചിട്ട് ആദിമസഭയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. മാമോദീസ വെള്ളം തലയിൽ വീണ ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ മർമ്മപ്രധാനമായ ഒരു ഉത്തരവാദിത്വം
അവൻ്റെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ കോണുകളിൽ, അവനായിരിക്കുന്നിടങ്ങളിൽ, ജോലി മേഖലകളിൽ, ഉപജീവന മാർഗങ്ങളിൽ യേശുക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുക, യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് സാക്ഷ്യം കൊടുക്കുക, യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളെ ജീവിതം കൊണ്ട് അർത്ഥപൂർണമാക്കുക. വാസ്തവത്തിൽ ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിതം. അച്ഛനത് പറയണതിൻ്റെ കാരണം, ഈ ദിവസങ്ങളിൽ ഈ വചനത്തെക്കുറിച്ച് കുറേ ചിന്തിക്കാനൊരു സംഭവം ഉണ്ടായി. അച്ഛൻ ഈ ദിവസങ്ങളിൽ ഒരു യുവജന ധ്യാനത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവജന ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ഒത്തിരി ചെറുപ്പക്കാർ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, +2 കഴിഞ്ഞവർ, നഴ്സിംഗ് പഠിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാർ ധ്യാനത്തെ സംബന്ധിക്കുകയാണ്. 2ാമത്തെ ദിവസം പ്രാർത്ഥിക്കാനായിട്ടൊരു പെൺകുട്ടി വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ ഒരു കാര്യം ബോധ്യപ്പെടുത്തി. ഈ കുഞ്ഞിന് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നൊരു സ്വഭാവമുണ്ട്. വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് 2 കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി. ഈ കുഞ്ഞിന് വലിയ കാപട്യത്തിൻ്റെ അരൂപിയുണ്ട്. 3ാമത്തെ കാര്യം, ഈ കുഞ്ഞിന് തിന്മ നിറഞ്ഞതും ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ അവളെ നിർബന്ധിക്കുന്നതുമായ ഒരു പ്രണയവുമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ച മാത്രയിൽ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ദൈവിക ദൂതുകൾ സ്വീകരിച്ചിട്ട് വളരെ താഴ്മയോടെ കുഞ്ഞോട് ചോദിച്ച, മോളെ, ജീവിതത്തിൽ എന്തെങ്കിലും ക്രിസ്തു വേണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. അച്ഛൻ എന്നെ തെറ്റിദ്ധരിക്കുകയാണോ? വീണ്ടും അച്ഛൻ ചോദിച്ചു, മോളെ, നിന്റെ പ്രണയത്തിൽ ക്രിസ്തു നിനക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് അങ്ങനെ പ്രണയമില്ല അച്ഛാ. അച്ഛൻ വെറുതെ എന്നെക്കുറിച്ച് തെറ്റായി ചിന്തിക്കരുത്. ഞാൻ നന്നായിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അച്ഛൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ കപടതയുടെ അരൂപയെക്കുറിച്ചുള്ള ഒരു തിരുവചനം കർത്താവ് എടുത്തു തരുന്നത്. ഇങ്ങനെ എല്ലാം പറഞ്ഞ് 1/2 മണിക്കൂർ സംസാരിച്ചിട്ടും ഒരു തരി പോലും പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങളോട് സഹകരിക്കാതെ എല്ലാം ഭംഗിയായി അവതരിപ്പിച്ച് പോയി, എല്ലാം മാന്യമായി ചെയ്യുന്ന ദൈവകൃപ നിറഞ്ഞ മകളാണെന്ന് സ്ഥാപിച്ചിട്ട് അവൾ വളരെ അഭിമാനത്തോടെ ഇറങ്ങിപ്പോയി. എനിക്കൊരു ചെറിയ വിഷമമുണ്ടായി. ചിലപ്പോൾ എൻ്റെ ചിന്തകളിൽ തെറ്റുവന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഞാൻ കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ധ്യാനത്തിൻ്റെ സമാപന ദിവസം ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നെ കാണാൻ വന്നു. ആ കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, 2ാമത്തെ ദിവസം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്ന കുഞ്ഞ് ഇന്നലെ രാത്രി മുഴുവനും നല്ല കരച്ചിലായിരുന്നു. എന്തോ അവൾക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ അവളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്, എന്ത് പറ്റി? ആന്തരിക സൗഖ്യ ആരാധനയൊക്കെ കഴിഞ്ഞ് നല്ല സ്വാതന്ത്ര്യത്തോടെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു കുഞ്ഞു മാത്രം എന്തിനാ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ തെറ്റുകളൊക്കെ ദൈവം വെളിപ്പെടുത്തിയിട്ട് ഞാനൊന്നും കൂട്ടാക്കിയില്ല, ഞാനൊന്നും സമ്മതിച്ചില്ല, ഞാനൊരു വൈദികനെ ശരിക്കും അപമാനിച്ചു, പറ്റിച്ചു കളഞ്ഞു. അപ്പൊ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ അവളെ ഒന്നുകൂടി ഒന്ന് കാണാമോ? അവൾക്ക് അച്ഛൻ്റെ അടുത്ത് വരാനുള്ള ഒരു ധൈര്യമില്ല. അങ്ങനെ വീണ്ടും കണ്ട് സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാനുള്ള ഒരു ആത്മീയ വളർച്ചയിലേക്ക് കർത്താവ് അവളെ ഉയർത്താൻ തുടങ്ങി. പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, തിമോത്തിയോസേ, സുവിശേഷത്തെ പ്രതി ലജ്ജിക്കരുത്. പൗലോസ് പറയാണ്, ഞാൻ സുവിശേഷത്തെ പ്രതി ലജ്ജിക്കില്ല. യേശുമിശിഹ ഓർമ്മിപ്പിക്കുകയാണ്, എന്നെയോ എൻ്റെ വചനങ്ങളെക്കുറിച്ച് ലജ്ജിച്ചാൽ ഒടുവിൽ മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരുടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ ഞാനും ലജ്ജിക്കും. വിശുദ്ധ വിയാനി പുണ്യാളൻ പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വിയാനി പുണ്യാളൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിന്റെ സമാപനത്തിൽ എൻ്റെ ഒരു കാൽ സ്വർഗത്തിലും മറുകാൽ ഭൂമിയിലും നിർത്തി ഞാനിങ്ങനെ സ്വർഗത്തിലേക്ക് കയറാൻ തുടങ്ങണ സമയത്ത് ദൈവം എന്നോട് ചോദിക്കുകയാണ്, മകനെ, നിനക്ക് സ്വർഗം വേണോ ഭൂമി വേണോ? അങ്ങനെ ഒരു ചോദ്യം ദൈവം എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരൊറ്റ വാക്യമേ പറയൂ, എനിക്ക് ഭൂമി വേണം. എന്തിനാണെന്നറിയൂ? ഒരു ദിവസം കൂടെ ഭൂമിയിൽ ജീവിച്ച്, ഒരു ദിവസം കൂടെ ഭൂമിയിൽ എൻ്റെ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുത്തിട്ട് ഒരാത്മാവിനെ കൂടെ സ്വർഗത്തിലേക്ക് നേടാൻ പറ്റൂല്ലോ. പ്രിയപ്പെട്ട, നിങ്ങൾ ചിന്തിക്കുക,
ആ മഹാവിശുദ്ധൻ പറഞ്ഞു വെച്ച കാര്യം, ഞാൻ സ്വർഗത്തിലേക്ക് കയറുന്ന നിമിഷത്തിൽ ഒരു കാൽ സ്വർഗത്തിലും മറുകാൽ ഭൂമിയിലുമായി നിൽക്കുന്ന സമയത്ത് ദൈവം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നാൽ ഞാൻ ഭൂമി മതിയെന്ന് പറയും. കാരണം ഒരു ദിവസം കൂടെ അവന് സാക്ഷ്യം കൊടുക്കാമല്ലോ. ഒരു ദിവസം കൂടെ എനിക്ക് ഈശോയ്ക്ക് സാക്ഷ്യം കൊടുത്തിട്ട് ഒരു മനുഷ്യനെ, ഒരു ആത്മാവിനെ സ്വന്താക്കാമല്ലോ. ജീവിക്കുന്നുണ്ടെങ്കിൽ, അത് ക്രൈസ്തവനായി ജീവിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ പ്രതി അഭിമാനിക്കണം, ക്രിസ്തുവിനെ പ്രതി അഭിമാനിക്കണം. അങ്ങനെ ഒരു അഭിമാനത്തിൻ്റെയും അങ്ങനെ ഒരു ജ്വലനത്തിൻ്റെയും ഒടുവിൽ എനിക്ക് വേണ്ടി എന്നെ പ്രതി അഭിമാനിക്കുന്ന എൻ്റെ ഈശോയെ കാണാനുള്ള അഭിഷേകത്തിലേക്ക് കർത്താവ് എന്നെ നയിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച്, അവൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകം വായിച്ചു. എറണാകുളത്ത് തൈക്കൂടത്ത് അർബുദം ബാധിച്ച് മരിച്ചുപോയ അജ്ന ജോർജ് എന്ന പെൺകുട്ടി നമ്മളൊക്കെ ധ്യാനിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. 5 വർഷം താടിയലിൽ ക്യാൻസർ ബാധിച്ച് അർബുദം എന്ന മഹാരോഗത്തോട് പടവെട്ടി അവസാന ശ്വാസം വരെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുത്ത ഒരു പെൺകുട്ടി. എനിക്ക് അത്ഭുതപ്പെട്ട് തോന്നിയ ഒരു കാര്യം, അവളുടെ ജീവിതത്തിന്റെ അവസാനത്തെ 7 മാസം അവൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് ആശുപത്രി മുറി ഒരു ചാപ്പലാക്കി മാറ്റി. അവളുടെ പ്രിയപ്പെട്ട ഇടവക വികാരിച്ചൻ കൊണ്ടുവരുന്ന തിരുവോസ്തി ആ ആശുപത്രി മുറിയിൽ എഴുന്നള്ളിച്ച് വെച്ച് രോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ, നിങ്ങൾ ഓർക്കണം, താടിയിലിന് ക്യാൻസർ ബാധിച്ചത് മുറിച്ചു കളഞ്ഞു. ഒരു കാത് മുറിച്ചു പോയി, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി. ഒടുവിൽ നാവ് ചലിപ്പിക്കാൻ പറ്റാണ്ട് അണ്ണാക്കിനോട് ഇങ്ങനെ തുന്നിച്ചേർത്തു. അവസാനം രോഗം കരളിനെ ബാധിച്ചു. പാതി ബോധവും പാതി ബോധമില്ലാതെയും കിടക്കുന്ന വേദന അതിൻ്റെ മാരക പ്രഹരത്തിൽ, രോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വ്യഥയും സഹനവും കണ്ണീരും രക്തവും നൊമ്പരവുമാക്കി ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്, ദിവ്യകാരുണ്യ ഈശോ അല്ലാതെ ഒരു മരുന്നും എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തുന്നില്ല, എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തുന്നില്ല. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആശ്വാസവും എനിക്ക് ലഭിക്കുന്ന സൗഖ്യവും മറ്റൊരു മരുന്നിനും തരാൻ പറ്റുന്നില്ല. എനിക്ക് ദിവ്യകാരുണ്യം മതി. അവസാനം അവൾ എഴുതി വെച്ചിട്ടുണ്ട്, അവളുടെ വിറയ്ക്കുന്ന കൈപ്പടയിൽ അവൾ എഴുതി വെച്ച മനോഹരമായ ഒരു വാചകമുണ്ട്, ആശയറ്റവനും നിരാലംബനും കൈകൂപ്പി നിൽക്കാൻ പറ്റുന്ന, ജീവിതം ഉത്തരം തരാത്ത ചോദ്യങ്ങൾ കൊണ്ട് വഴിമുട്ടിക്കുമ്പോൾ കൈകൂപ്പി നിന്ന് ധ്യാനിക്കാൻ പറ്റുന്ന, മരണം വരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്ഭുതപ്പെടുത്തുന്ന സാന്നിധ്യമാണ് ദിവ്യകാരുണ്യ ഈശോ. എൻ്റെ വചനത്തെ പ്രതി ലജ്ജിക്കരുതേ, എന്നെ പ്രതി ലജ്ജിക്കരുതേ. മനുഷ്യപുത്രൻ ദൂതന്മാരോടുകൂടി മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവരെ പ്രതി ലജ്ജിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോമിശിഹ പറഞ്ഞൊരു വചനത്തെ നമുക്ക് ഗൗരവത്തിലെടുക്കാം. പൗലോസ് പറഞ്ഞൊരു വചനത്തെ നമുക്ക് ആഴത്തിലെടുക്കാം. തിമോത്തിക്ക് കിട്ടിയ ജീവന്റെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ദാനിയേൽ പ്രവചിച്ചത് മറക്കാതിരിക്കാം. ജീവിക്കുന്നുണ്ടെങ്കിൽ അവസാന ശ്വാസം വരെ ഈശോമിശിഹ എൻ്റെ ജീവിതം വഴി പ്രഘോഷിക്കപ്പെടണം. ഈശോയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കണം. നമുക്ക് ഈ സമയത്ത് പരിശുദ്ധ കുർബാനയെ മനസ്സ് തുറന്ന് ആരാധിച്ചും ദിവ്യകാരുണ്യത്തെ മനസ്സ് തുറന്ന് സ്നേഹിച്ചും അവനു വേണ്ടി ജീവിക്കാനുള്ള തീരുമാനത്തെ അല്പം കൂടെ ആഴത്തിൽ ജ്വലിപ്പിച്ചെടുക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് സ്വീകരിച്ച തിരുവചനങ്ങളുടെ അനുഗ്രഹം സ്വന്തമാക്കാനായി നമുക്കണയാം. ഈ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, വാഴ്ത്തുന്നു. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി ഈശോ മാറത്തു പൊൻകച്ചണിഞ്ഞും കാണു യേശുവേ
മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന 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 ആരാധന. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. ആമേൻ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന ആരാധന. ദിവ്യകാരുണ്യേശോ, ആരാധനയോടെ ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് വരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം. അന്ന് പൊടിയിലുറങ്ങുന്ന എല്ലാവരും ഉണരും, ചിലർ നിത്യജീവനായും മറ്റു ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി. പ്രവാചക വചനങ്ങളെ സ്ഥിരീകരിക്കുമാർ ഈശോ നീ പറഞ്ഞു. ലൂക്കാസ് സുവിശേഷം 9:26. എന്നെ പ്രതിയോ എൻ്റെ വചനങ്ങളെ പ്രതിയോ ആരെങ്കിലും ലജ്ജിച്ചാൽ അവനെ പ്രതി മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ ലജ്ജിക്കും. റോമലേഖനം 1:16. സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല. 2 തിമോത്തി 1:8. യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുതേ. പഴയ നിയമം അങ്ങയുടെ അധരങ്ങളിൽ പൂർത്തിയാക്കപ്പെട്ടു. അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് തിരുസഭ സ്വീകരിച്ചു. തിമോത്തിയോസിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ജീവിതം മുഴുവൻ അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അനുഗ്രഹ വിളിയെ സ്വന്തമായി സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും അങ്ങയെ മാത്രം ധ്യാനിക്കാനും അങ്ങയുടെ സുവിശേഷത്തിനും അങ്ങയുടെ തിരുവചനത്തിനും സാക്ഷ്യം നൽകാനുമുള്ള ഉത്തരവാദിത്വത്തെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അങ്ങൊരുക്കുന്ന ഓരോ മേഖലകളിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും ജീവിത നിലപാടുകൾ കൊണ്ടും സാക്ഷ്യം വഹിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തരണമേ. മരണക്കിടക്കയിൽ വരെ ദിവ്യകാരുണ്യത്തിന് സാക്ഷ്യം വഹിച്ച മക്കളെപ്പോലെ ജയിലറകളിലും കാരാഗ്രഹവാസങ്ങളിലും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിച്ച സ്ത്രീകന്മാരെ പോലെ കർത്താവ്, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ഈ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി ദാഹിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്ലീഹന്മാരെ നയിച്ചതുപോ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാ എന്നെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ സാക്ഷിയായി എന്നെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയാൽ ശക്തിയാൽ എന്നിൽ നിറയണമേ. ഈശോയെ, അഗ്നിയായി അഗ്നിയാൽ ശക്തിയാൽ ശക്തിയാൽ എന്നിൽ നിറയണമേ.
നിറയ്ക്കണമേ. വിശുദ്ധ വിയാനിപ്പണിയനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാവട്ടെ, അത് അവിടുത്തെ പ്രതി അഭിമാനിച്ചുകൊണ്ടാവട്ടെ. കർത്താവ്, ഈ സമയത്ത് അങ്ങ് ആശീർവദിക്കുന്ന സമയം, അങ്ങ് അനുഗ്രഹിക്കുന്ന സമയം, ജീവിതത്തിൽ എന്നെങ്കിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരുണ കാണിക്കണമേ. ഈ സമയത്ത് പരിശുദ്ധ കുർബാനയിൽ അങ്ങ് ആശീർവദിക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് ഞങ്ങളെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിൻ്റെ പരിശുദ്ധ ആശീർവാദത്തിന് വേണ്ടി മനസ്സൊരുക്കി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ